എന്താലേ ഒരാള് 400ാമത്തെ കളി എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ വന്നതാണ്. അതിൽ കാര്യമൊന്നുമില്ല. 400ാമത്തെ കളിയാണെങ്കിലും നിങ്ങളെ ടീം തന്നെ അതാണ് കൊളാക്കി കൊടുത്ത് വലിയ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ചെപ്പോക്കിലെ കോട്ട എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ട്. വന്നിട്ട് എന്തായി തോറ്റേ. ഞങ്ങൾക്ക് വിജയം മാതിരിയാണ്. ഇനി ഞങ്ങൾ ഒരു കയറ്റായിരിക്കും. എന്താണ് നിങ്ങളിപ്പോഴും ലാസ്റ്റാണ്. കഥ പറഞ്ഞപ്പോ ചിരിച്ചു പോയതാ. എന്തേ നിങ്ങൾ ഒതുക്കിയില്ലേ? 10-20 റണ്ണ് സ്കോർ കുറച്ചല്ലേ ഒതുക്കിയത്. 20 ഓവർ കളിച്ചാണ് ചരിത്രത്തില് ചെപ്പോക്കിൽ എത്ര കളി ജയിച്ചിരിക്കണേ? ഇത് മാത്രല്ല ഒറ്റക്കളി. അതാണ് പറഞ്ഞത്. ഞങ്ങള് ചരിത്രം സൃഷ്ടിച്ചു വരണേ. അതാണ് വൻ തിരിച്ചു വരവായി. അല്ല അതാണ് അത് മാത്രമാണ് പറയാനുള്ളത്. RCB അന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങളാണ് ഒരു വരവ് വരും. ഞങ്ങൾക്ക് നിങ്ങളല്ല, RCB അന്ന പോലെ ഒരാള് ഞങ്ങളാണ്. കാരണം RCB അന്ന് 9 കളി കഴിഞ്ഞപ്പോ 4 പോയിന്റ്. ശരിക്കും കണക്ക് നോക്ക്. RCB അന്ന് 9 കളി കഴിഞ്ഞപ്പോ 7 തോൽവി 2 സമയം 4 പോയിന്റ്. ഞങ്ങളിപ്പോ 9 കളി കഴിഞ്ഞപ്പോ 7 തോൽവി 2 ജയം 4 പോയിന്റ്. അന്ന് RCBന്റെ ടീമിൽ ആരൊക്കെയുള്ള ഒന്നും കൂടെ നോക്കിക്കളി. അതെന്താ? നിങ്ങളുടെ ടീം മൊത്തം ധോനിനെ സമ്മതിച്ചു. 1-2 ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മൊത്തം ടീമിനെ ഉദ്ദേശമില്ല, കളിക്കണം എന്നുള്ള ഉദ്ദേശമില്ല എന്നല്ല. അത് ടീം ഒന്നടങ്കം ഫെയിലിയർ ആകുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ഉദ്ദേശമില്ല, ഫെയിൽ ആകുന്നതാണ്. ഒരു ശ്രമം നടത്തണ്ടേ. മാറ്റത്തിന്റെ അലയൊലികൾ മുഴങ്ങിക്കഴിഞ്ഞു. ആയുഷ് മേത്രന്റെ അടി കണ്ടില്ലേ? അതുപോലെ 1-2 ആൾക്കാരും കൂടി അടിച്ചാൽ ഇപ്പൊ ഇങ്ങക്കാണെങ്കിലും ഇപ്പൊ ക്യാപ്റ്റന് പരിക്കൊക്കെ പറ്റി സീസൺ മുഴുവൻ റൂൾഡ് ഔട്ട് ആയ ഏത് ടീമിനും ഇങ്ങനൊക്കെ തന്നെയാണ്. ക്യാപ്റ്റന്റെ വിഷയമല്ലാന്ന്. ബാറ്റ് ചെയ്യാനേ ഗൈക്വാദ് ഒരു പ്രധാനപ്പെട്ട. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞില്ലേ മൂപ്പര് 3ാമത് ഇറങ്ങിയാലും 2ാമത് ഇറങ്ങിയാലൊക്കെ പെരും കളിയായിരുന്നു. ആര്? ധോനി. അത് ശരി. അങ്ങനെ കളിച്ച് ജയിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടത്തല്ല, ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ ജയിക്കും എന്നൊക്കെ അത് ഈ പ്രാവശ്യം അങ്ങനെ ജയിക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാല് ഇപ്പൊ ഇന്ത്യൻ ടീമുക്ക് അവസരങ്ങളുള്ള ചെക്കന്മാർക്ക് അവസരങ്ങൾ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ ധോനി എത്തിനാ ഇറങ്ങണ ഇപ്പൊ ഷെയ്ഖ് റഷീദ് ഒക്കെ വലിയ കളിയാണോ റിക്രൂട്ട്മെന്റ് ടീം. അല്ല അതിപ്പോ എല്ലാ ടീമുകളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഇപ്പൊ അഭിഷേക് ശർമ്മ ഒക്കെ ഇന്ത്യൻ ടീമിൽ എത്തിയ എങ്ങനെയാണ്? ഭയങ്കര ഫോമാണ്. നല്ല ഫോമിൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ്. ആ കാമിൻഡു മെൻഡിസിന്റെ ആ ക്യാച്ചും ഓന്റെ ഏറും ഓന്റെ ബാറ്റിംഗ് രക്ഷപ്പെട്ടു. പട്ടേലും വേറെ ആരും കളിച്ചു സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതൊന്നുമല്ല, അതെന്തോ ആ ക്യാച്ച് ആ ക്യാച്ച് ഇല്ലേ, ആ ക്യാച്ച് കിട്ടിയില്ലേ, മറ്റേ ബ്രവിസിന്റെ ക്യാച്ച് കാണായിരുന്നു. മതി ഒരാളും കൂടി 10-20 റണ്ണും കൂടി നിങ്ങൾ തോൽക്കും. കാരണം നിങ്ങൾ അങ്ങനെ അടങ്ങറായിട്ടാണെന്നല്ലേ ചേസ് ചെയ്യണത്. ഇടങ്ങറായിക്കണേ. അതുകൊണ്ട് വലിയ വർത്താനം പറയാനൊന്നുമില്ല. നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു, അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ.